ഹായ് എവരി വൺ. ലേൺ തെലുഗു ത്രൂ മലയാളം. തെലുങ്കിലെ വർത്തമാനകാലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വർത്തമാനകാലത്തിൽ എത്രയും വരെ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ, വർത്തമാനകാലത്തിൽ സബ്ജക്റ്റ് കർത്താവ് ഇതൊക്കെയാണെങ്കിൽ ഞാൻ, നീ, നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ, പിന്നെ നമ്മൾ, ഞങ്ങൾ. ഈ നമ്മൾ ഞങ്ങൾ രണ്ടും കൂടി ഒരു ഒറ്റ വീഡിയോ ഞാൻ പറഞ്ഞു തന്നത്. അപ്പം ഇത് നമ്മൾ ചെയ്യുന്നത് 5ാമത്തെ വീഡിയോ ആണ്. പക്ഷെ ഞാൻ, നീ, നിങ്ങൾ, താങ്കൾ, ഞങ്ങൾ, നമ്മൾ 6 ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാമത്തെ ഒരു കർത്താവാണ്, ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, അത് അവൻ എന്നാണ്. അപ്പം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, അവൻ എന്ന് പറയാനായിട്ട് തെലുങ്കിൽ കുറെ വാക്കുകളുണ്ട്. കുറെ വാക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4, 5 5 അതിൽ 2 നോർമലായിട്ട് സംസാരിക്കാനും, 2 തീരെ റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കാനും, 1 റെസ്പെക്റ്റോടെ കൂടി സംസാരിക്കാൻ, ബഹുമാനത്തോടു കൂടി സംസാരിക്കാൻ വേണ്ടിയാണ്. ആ വാക്കുകൾ ഇതൊക്കെയാണ്. 1ാമത്തെ വാക്ക് തനു എന്നാണ്. ഈ തനു എന്നതിന് അവൾ എന്നും അർത്ഥമുണ്ട്. 2ാമത്തെ വാക്ക് അതനു എന്നാണ്. ഇത് പ്രോപ്പറായിട്ട് അവൻ എന്നാണ്. ഇനി ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന നേരത്ത് പറയുന്ന ഒരു വാക്കാണ് വാടു. അതേപോലെ ഒരു വാക്കാണ് അതടു. ഇത് രണ്ടും കൂടാതെ ഉള്ള ഒരു വാക്കാണ് ആയന. ആയന എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നാണ്. അപ്പൊ ഞാൻ അദ്ദേഹം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി എങ്ങനെയാണ് എന്ന് അത് വെച്ച് തുടങ്ങിയിട്ട് നമ്മുടെ ഇന്നത്തെ അവൻ എന്ന് പറഞ്ഞ വാക്കിലേക്ക് വരാം. അപ്പം ഈ ആയന എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ബഹുമാനം കൊടുത്ത് അവൻ അല്ലെങ്കിൽ അദ്ദേഹം, ആ മനുഷ്യൻ എന്ന് പറയാനുള്ള വാക്കാണ്. അതുകൊണ്ട് തന്നെ മീരു എന്ന് പറയുന്ന നേരത്ത്, അതായത് താങ്കൾ എന്ന് പറയുന്ന നേരത്ത് എന്താണ് ഫോർമാറ്റ്, അതേ ഫോർമാറ്റ് തന്നെയാണ് ആയന എന്ന് പറഞ്ഞ വാക്കിന്. ഉദാഹരണത്തിന് ആയന വസ്തുന്നാരു എന്ന് വെച്ചാൽ അദ്ദേഹം വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. ആയന പോത്തുന്നാരു, ആയന വെള്ളിപ്പോത്തുന്നാരു അല്ലെങ്കിൽ ആയന വെൽത്തുന്നാരു എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആയന ചെപ്തുന്നാരു എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയന ചേസ്തുന്നാരു എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയന അടുകുത്തുന്നാരു എന്ന് വെച്ചാൽ അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയന വിണ്ടുന്നാരു എന്ന് വെച്ചാൽ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വേണം വരാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീരു എന്നതിന്റെ അതേ ഫോർമാറ്റ് തന്നെയാണ് ആയന എന്ന് പറഞ്ഞ വാക്കിന്. ഓക്കെ, ഒരെണ്ണമായാലും. ഇനി വേറെ 4 വാക്കുകളുണ്ട്. അതാണ് തനു, അതനു, വാടു, അതടു. ഈ തനു, അതനു എന്ന് പറഞ്ഞത് നോർമലായ അവൻ എന്നാണെങ്കിലും, പിന്നെ വാടു, അതടു എന്ന് പറഞ്ഞത് ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന സിറ്റുവേഷനിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ. അപ്പം ഈ 4 കൂടി ആകെ ഒറ്റ ഫോർമാറ്റേ ഉള്ളൂ. അതായത് ഈ ക്രിയക്ക് ആകെ ഒറ്റ ഫോർമാറ്റേ ഉള്ളൂ. അതാണ് ഡു എന്ന് പറഞ്ഞ വാക്കിൽ അവസാനിക്കുന്നത്. ഈ വാടു, അതടു എന്ന് പറഞ്ഞ വാക്കിൽ അവസാനിക്കുന്നത് ഡു എന്ന് പറഞ്ഞ ശബ്ദത്തിലാണല്ലോ, ഡു എന്ന് പറഞ്ഞ അക്ഷരത്തിലാണല്ലോ. അതേ അക്ഷരം തന്നെയാണ്. അപ്പം തനു വസ്തുന്നാടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അതനു വസ്തുന്നാടു എന്ന് വെച്ച് കഴിഞ്ഞാലും അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വാടു വസ്തുന്നാടു എന്ന് പറഞ്ഞാലും അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതടു വസ്തുന്നാടു എന്ന് പറഞ്ഞാലും അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തനു, അതനു, വാടു, അതടു ഞാൻ എപ്പോഴും ഒരു പദ്യം പോലെ പറയുന്നില്ല. ഓക്കെ, നമുക്ക് എളുപ്പത്തിന് തനു എന്ന് വെച്ച് പറയാം. തനു ആണല്ലോ ഈ 4 വാക്കുകൾ വെച്ച് ഏറ്റവും എളുപ്പം. തനു, അതനു, വാടു, അതടു. വാടും കുഴപ്പമില്ല അല്ലേ? ഓക്കെ, തനു, വാടു ഇത് രണ്ടും പറഞ്ഞുതരാം. ഓക്കെ, തനു വസ്തുനാടു അല്ലെങ്കിൽ വാടു വസ്തുനാടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി തനു പോത്തുനാടു അല്ലെങ്കിൽ വാടു പോത്തുനാടു എന്ന് വെച്ചാൽ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോ എന്നതിന് 3 വാക്കുകളുണ്ട്. പോ, വെള്ളു, വെള്ളിപ്പോ എന്ന് പറഞ്ഞതുകൊണ്ട് തനു പോത്തുനാടു, തനു വെൽത്തുനാടു, തനു വെള്ളിപ്പോത്തുനാടു, അല്ലെങ്കിൽ വാടു പോത്തുനാടു, വാടു വെൽത്തുനാടു, വാടു വെള്ളിപ്പോത്തുനാടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രസകരമായ ഒരു കാര്യം പറയാം. അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തെലുങ്കിൽ 12 രീതിയിൽ പറയാം. 1 തനു പോത്തുനാടു, 2 തനു വെൽത്തുനാടു, 3 തനു വെള്ളിപ്പോത്തുനാടു, 4 അതനു പോത്തുനാടു, 5 അതനു വെൽത്തുനാടു, 6 അതനു വെള്ളിപ്പോത്തുനാടു, 7 വാടു പോത്തുനാടു, 8 വാടു വെൽത്തുനാടു, 9 വാടു വെള്ളിപ്പോത്തുനാടു, 10 അതടു പോത്തുനാടു, 11 അതടു വെൽത്തുനാടു, 12 അതടു വെള്ളിപ്പോത്തുനാടു. ഈ 12 വേറെ വേറെ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും ഈ 12നും അർത്ഥം ഒന്ന് തന്നെയാണ്. അവൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. കൊള്ളാമല്ലേ? ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ ക്രിയകൾ? ఓకే, చెయ్యి చెప్పు అడుగు, విను చదువు, రాయు അല്ലെങ്കിൽ రాసుకో, నేర్చుకో.
അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് వాడు చేస్తున్నాడు അല്ലെങ്കിൽ తను చేస్తున్నాడు. తను చెప్తున్నాడు അല്ലെങ്കിൽ వాడు చెప్తున్నాడు എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തനു అడుగుతున్నాడు അല്ലെങ്കിൽ వాడు అడుగుతున్నాడు എന്ന് പറഞ്ഞാൽ അവൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തനു വിంటున్నాడు അല്ലെങ്കിൽ వాడు వింటున్నాడు എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാം പറയുന്നില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് റാൻഡമായി കുറച്ച് വാക്കുകൾ പറഞ്ഞുതരാം. വാడు സഹായം చేస్తున్నాడు എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് മുഴുവൻ പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചുമ്മാ അനാവശ്യമായി ലോങ് ആക്കുന്നില്ല. പിന്നെ ഇതിലൊക്കെ ഫോർമാറ്റ് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടുപിടിച്ച് വാക്കുകൾ ഉണ്ടാക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, കമന്റ് ചെയ്ത് ചോദിക്കുക. ഞാൻ കാണുന്നതിനൊക്കെ ഉത്തരം പറയുന്നത്. ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഈ ഞങ്ങൾ ഈ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനുള്ള യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ അകത്ത് പ്രോപ്പറായിട്ട് കമന്റ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. അതായത് ചില കമന്റുകളൊന്നും റീഡ് ആവുന്നില്ല, ചിലത് അൺറീഡ് ആവുന്നില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട്. അതായത് ചില കമന്റുകളൊക്കെ നേരെ സ്പാം സെക്ഷനിലോട്ട് പോകും. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു അതായത് നിങ്ങളൊരു വീഡിയോ കണ്ടതിന് ശേഷം കുറെ നേരത്തിന് ശേഷം ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ ഒക്കെ എടുത്തു കളഞ്ഞ് പിന്നീട് ഈ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം എന്റെ വീഡിയോ തിരിച്ചെടുത്ത് അവിടെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ കമന്റ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് സ്പാം സെക്ഷനിലോട്ട് പോകും തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് സ്പാം ആയി പോകും. അങ്ങനെ കുറെ സ്പാമിൽ നിന്ന് കുറച്ച് മെസ്സേജുകൾ ഇങ്ങനെ റിട്രീവ് ചെയ്യേണ്ട വന്നത് കഴിഞ്ഞ പ്രാവശ്യം, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം വാടു താകുത്തുനാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ വാടു എന്തുകൊണ്ടാണ് അധികം എൻകറേജ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കന്നഡയിൽ നീവു എന്ന് പറഞ്ഞ വാക്കും നീനു എന്ന് പറഞ്ഞ വാക്കും ഉണ്ട്. എന്നുവെച്ചാൽ നീനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ, നീവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ. ഓക്കെ, കന്നഡ വെച്ച് അധികം കൺഫ്യൂഷൻ ആക്കുന്നില്ല. അല്ലെങ്കിൽ വേണ്ട, ഒരു ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞാണ്. ഈ കന്നഡയിൽ ഈ നീനു നീവു എന്ന് പറയുന്നത്, ഈ നീനു എന്ന് പറഞ്ഞാൽ അത്രയും ബഹുമാനം ഇല്ലാതെ പറയുന്ന ഒരു വാക്കല്ല. ഓക്കെ, നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരോട് നമ്മൾ നീനു എന്ന് നമ്മൾ പറയാറുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ തെലുങ്കിൽ ഈ വാടു എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് അതിപ്പോ എങ്ങനെയാ പറയാ നോക്ക്. ഞാൻ പറയാറുണ്ടല്ലോ, ബഹുമാനം വേണ്ട സാഹചര്യങ്ങളിൽ, ബഹുമാനം വേണ്ടാത്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ. ഓക്കെ, പക്ഷേ ഇത് ഈ വാടു എന്ന് പറയുന്ന നേരത്ത് ബഹുമാനം വേണ്ടാത്ത സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന വാക്കല്ല, ബഹുമാനം ഇല്ലാതെ പറയുന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. നമുക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നുന്നത് നമ്മൾ പറയുന്നത് വാടു വാടു വശത്തുനാടു എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്ന് പറഞ്ഞ ആളെ നമുക്ക് അധികം ഇഷ്ടമില്ല, അല്ലെങ്കിൽ നമ്മൾ ബഹുമാനം കൊടുക്കുന്നില്ല. ഓക്കെ, അതാണ്. അല്ലെങ്കിൽ അവൻ ചുമ്മാ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് തനു എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ബഹുമാനം കൊടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ആയന എന്ന് പറഞ്ഞ വാക്കുണ്ട്. അപ്പോ പ്രോപ്പറായിട്ട് ഈ സ്ട്രേറ്റ് ലെവലിലുള്ള തനു അതനു, മേലുള്ള ആയന, താഴെയുള്ള വാടു അതടു. മനസ്സിലായോ? അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പം ഇനി വാടു ആട്ടലാടുത്തുനാടു എന്ന് വെച്ചാൽ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. వాడు పాడుతున్నాడు వెచ్చి అవన్ పాడికొండిരിക്കുകയാണ്. వాడు పారిపోతున్నాడు వెచ్చి അവൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. వాడు తీసుకుంటున్నాడు വെച്ചാൽ അവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. వాడు తీసుకువస్తున్నాడు വെച്ചാൽ അവൻ എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. వాడు ഉതുകുతున్నాడు എന്ന് വെച്ചാൽ അവൻ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. വാടു പമ്പിస్తున్నాడు എന്ന് വെച്ചാൽ അവൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഏത് ക്രിയ വെച്ച് വേണമെങ്കിലും ഈ ഒരു ഫോർമാറ്റിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെന്റൻസ് ആയി. വർത്തമാനകാലത്തിൽ മാത്രം. വർത്തമാനകാലത്ത് വെച്ചാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ എന്ന് പറയാനും ഞങ്ങൾ എന്ന് പറയാനും, മനം മെയിം, മനമു മേമു. അത് പറഞ്ഞു തന്നപ്പം ഞാൻ ചോദ്യം എങ്ങനെയാണ് ചോദിക്കുന്നത് പറഞ്ഞു തന്നില്ല. കാരണം അതിന് മുൻപത്തെ 3 വീഡിയോ ഞാൻ ചോദ്യം ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. നേനു വസ്തുണ്ടാനു, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാനായിട്ട് നേനു വസ്തുണ്ടാന നമ്മൾ സ്വയം ചോദിക്കാറില്ല. നേനു വസ്തുണ്ടാന, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണോ നമ്മൾ ചോദിക്കാറില്ല. പക്ഷേ നീ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് അതിന്റെ ചോദ്യം നമ്മൾ ചോദിക്കാറുണ്ട്. നീ വന്നുകൊണ്ടിരിക്കുകയാണോ? నువ్వు వస్తున్నావు, నువ్వు వస్తున్నావా എന്ന് ചോദിക്കും. അതേപോലെ തന്നെ മീരു, മീരു വസ്തുన్నారు, മീരു വസ്തുന്നാരാ, നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണോ? നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മനമു വസ്തുണ്ടാമു,
మనము వస్తున్నామా ചോദിക്കാറില്ലല്ലേ? പോട്ടെ. പക്ഷെ ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ഫോർമാറ്റ്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, మేము వస్తున్నాము, మేము వస్తున్నామా എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണോ? ഓക്കെ ഓക്കെ. ഈ നമ്മളെന്നതിനും ഞങ്ങളെന്നതിനും നമ്മളങ്ങനെ ചോദ്യമായിട്ട് ചോദിക്കാറില്ല. ഓക്കെ. ഇനി അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്, തനു వస్తున్నాడు അല്ലെങ്കിൽ వాడు వస్తున్నాడు. അത് നമുക്ക് ചോദിക്കാം. തനു వస్తున్నాడు, തനു వస్తున్నాడా, അവൻ വന്നുകൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ വാడు వస్తున్నాడు, వాడు వస్తున్నాడా, അവൻ വന്നുകൊണ്ടിരിക്കുകയാണോ? ഈ ഡു എന്നത് ഡാ എന്നാക്കി കഴിഞ്ഞാൽ ചോദ്യമായി. వాడు పంపిస్తున్నాడు, వాడు పంపిస్తున్నాడా, അവൻ അയച്ചുകൊണ്ടിരിക്കുകയാണോ? వాడు వదిలేస్తున్నాడు, వాడు వదిలేస్తున్నాడా. ഓക്കെ. ഒതലു എന്നത് എന്താണെന്ന് ഞാൻ കുറച്ച് നാൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒതലു എന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ. వాడు నవ్వుతున్నాడు, వాడు నవ్వుతున్నాడా. നവ്വു എന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ. వాడు దిగుతున్నాడు, దిగు എന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ. వాడు జరుగుతున్నాడు, జరుగు എന്നത് എന്താണെന്ന് അറിയാമെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഓക്കെ. ഇത്രയും മതി. അപ്പം ഈ ഒരു ഫോർമാറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇതുവരെ പഠിച്ചത് ഞാൻ, നീ, നിങ്ങൾ, താങ്കൾ. ഓക്കെ. ഞാൻ, നീ, നിങ്ങൾ, താങ്കൾ, നമ്മൾ, ഞങ്ങൾ. ഇന്ന് നമ്മൾ പഠിച്ചത് അവൻ. അവൻ എന്നതിന്റെ ബഹുമാനം വേണ്ടാത്ത സാഹചര്യങ്ങൾ പറയേണ്ടത്, ബഹുമാനം ഇല്ലാതെ പറയുന്നത്, ബഹുമാനം കൊടുത്തു പറയുന്നത്. അതായത് തനു, അതനു, വാടു, അതടു, ആയന. ഈ സിറ്റുവേഷനിലൊക്കെ എങ്ങനെയാണ് പറയുന്നത്? ഇനി ശരിക്കും ഓക്കെ, ഒരൊറ്റ കാര്യം പറഞ്ഞു തരാം. അത് ഞാൻ പറഞ്ഞില്ല, പറയേണ്ടതായിരുന്നു. അവൻ എന്ന് പറയുന്നതിനൊപ്പം ഇവൻ എന്ന് പറയാനും കൂടി നമ്മൾ പഠിക്കണമല്ലോ. അപ്പം ഫോർമാറ്റ് ഒന്ന് തന്നെയാണ്. അതായത് వస్తున్నాడు, పోతున్నాడు, వెళ్తున్నాడు, తీస్తున్నాడు, తెరచేస్తున్నాడు, അങ്ങനെയുള്ള വാക്കുകളൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇവൻ എന്ന് പറയാനായിട്ടുള്ള വാക്ക് ഞാൻ പറഞ്ഞായിരുന്നു, വീടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ബഹുമാനമില്ലാതെ വാടു എന്നതിന്റെ ഒരു വേറൊരു ഫോർമാറ്റ് ആണ്. അതേപോലെ തന്നെ ഇദ്ദേഹം എന്ന് പറയാനുള്ള വാക്കാണ് ഈയന. ഓക്കെ. അപ്പം ఈయన എന്ന് വരികയാണെങ്കിൽ രു എന്ന് പറഞ്ഞ് അവസാനിക്കണം. ఈయన వస్తున్నారు, ఈయన పోతున్నారు, ఈయన వెళ్తున్నారు, ఈయన వెళ్ళిపోతున్నారు, ఈయన చేస్తున్నారు, ఈయన చెప్తున్నారు, ఈయన అడుగుతున్నారు. എന്തൊക്കെ ക്രിയകൾ നമ്മൾ പഠിച്ചിരിക്കുന്നു അതെല്ലാം വെച്ച് ഈയന వంట చేస్తున్నారు, ഇദ്ദേഹം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവൻ അല്ലെങ്കിൽ അവൻ ഒക്കെ ആണെങ്കിൽ ആ ബഹുമാനത്തിന്റെ ആവശ്യമില്ല, ഡൂയിലാണ് ക്രിയ അവസാനിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇത്രയും പറയുന്നുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.